പുണ്യചരിതരായ പിതാക്കന്മാർ ചങ്ങനാശ്ശേരിയുടെ സുഹൃതമാണെന്ന് കർദിനാൾ മാർ ജോർജ് കൂവക്കാട്. മാർ തോമസ് തറയിൽ പിതാവിന്റെ പൗരോഹിത്യ രജത ജൂബിലിയുടെയും മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെയും സമാപന ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു പരാമർശം. നാളിതുവരെ ചങ്ങനാശ്ശേരി അതിരൂപതയെ നയിച്ച പുണ്യചരിതരും മഹാരഥന്മാരുമായ പിതാക്കന്മാർ ഈ അതിരൂപതയുടെ സുഹൃതമാണെന്ന് കർദിനാൾ ജോർജ് കൂവക്കാട്. മാർ തോമസ് തറയിൽ പിതാവിന്റെ പൗരോഹിത്യ രജത ജൂബിലിയുടെയും മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെയും സമാപനാഘോഷം അതിരൂപതാ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യാശയുടെ ഈ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ അതിരൂപതയിൽ പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ശുശ്രൂഷ നിർവഹിച്ച നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ, അവരെ ഇപ്രകാരം നമ്മളൊരുമിച്ച് കൂടി ആദരിക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥന ആശംസകൾ നേരുന്നത് തികച്ചും സമുചിതമായ കാര്യമാണ്. അഭിമന്യ പെരുന്തോട്ടം പിതാവിനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാം. പിതാവ് ഇതിനെക്കുറിച്ച് പറയാറുണ്ട്, അരമന ആശ്രമമാക്കിയ വ്യക്തിത്വമാണ് എന്ന് പറയാറുണ്ട്. വളരെ ലാളിത്യത്തോടുകൂടി സൗമ്യതയോടുകൂടി പിതാവ് നമുക്ക് മേൽപ്പെട്ട ശുശ്രൂഷ ചെയ്തു. പിതാവിന് ഏറ്റവും ആത്മാർത്ഥമായ പ്രാർത്ഥനാ നിർഭരമായ ജൂബിലിയുടെ ആശംസകൾ ഹൃദയമായിട്ട് ഞാൻ നേരുകയും ചെയ്യുകയാണ്. എപ്പോഴും നമുക്കൊത്തിരി അഭിമാനത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ, എനിക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനാണ്, ഈ രജത ജൂബിലി ആഘോഷം ഒത്തിരി ദൈവാനുഗ്രഹം ആകട്ടെ. അതോടൊപ്പം തന്നെ പിതാവിന് ഇനിയുമുള്ള കാലം ഏറ്റവും നല്ല രീതിയിൽ അടുത്ത സുവർണ ജൂബിലിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഒത്തിരിയേറെ തീവ്രതയോടും തീക്ഷ്ണതയോടും ആരോഗ്യത്തോടും കൂടി നമ്മുടെ അതിരൂപതയ്ക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പൗരോഹിത്യ സ്വീകരണ ജൂബിലിയോടനുബന്ധിച്ച് ലളിതമായ ആഘോഷങ്ങളാണ് അതിരൂപതയിൽ ക്രമീകരിച്ചത്. ഡിസംബർ 31 അതിരൂപതയിലെ വിവിധ വകുപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന വൈദികരും അതിരൂപതാ കേന്ദ്രത്തിൽ സേവനം ചെയ്യുന്ന വൈദികരും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്ത അനുമോദന സമ്മേളനം നടത്തപ്പെട്ടു. മാർ തോമസ് പാടിയത്ത്, വികാരി ജനറൽമാരായ മോൺസിനോർ ആന്റണി ഏത്തക്കാട്, മോൺസിനോർ ജോൺ തെക്കേക്കര എന്നിവർ ആശംസകൾ നേർന്നു. ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല, സിസ്റ്റർ ആൽഫി DSJ, ലാലിച്ചൻ മറ്റത്തിൽ, തോമസ് കുട്ടി PK എന്നിവർ പ്രസംഗിച്ചു. മാർ തോമസ് തറയിൽ, മാർ ജോസഫ് പെരുന്തോട്ടം എന്നിവർ മറുപടി പ്രസംഗം നടത്തി. നമ്മൾ വിചാരിക്കാത്ത വഴികളിലാണ് ദൈവം നമുക്കായിട്ട് നിധികൾ കരുതി വയ്ക്കുന്നതെന്ന് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന തലങ്ങളിലൊന്നും കർത്താവ് നമുക്കായിട്ട് വലുതായിട്ടൊന്നും കരുതി വെച്ചെന്ന് വരികയില്ല. നമ്മുടെ കണക്കൂട്ടലുകളൊന്നും നടന്നൊന്നും വരികയില്ല. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെതായ വഴികളിൽ അവിടുന്ന് പലതും കരുതി വയ്ക്കുകയാണ്. ഈ ഒരു വലിയ അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് ആ ഒരു അനുഭവം അത് തുടർന്നും പോകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സ്നേഹവും എല്ലാം ഉണ്ടാവണം. കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, പിതാവിനെക്കുറിച്ച് പറഞ്ഞ പല നല്ല സ്വഭാവങ്ങളും എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഈ വണ്ടി ഓടുമെന്ന് എനിക്ക് സാരമായ സംശയമുണ്ട്. എന്നാലും കർത്താവ് വിസ്മയകരമായ വഴികളിലൂടെ നമ്മളെ നയിക്കും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. നിങ്ങളെല്ലാവരും പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട ജനറൽമാർക്കും അച്ഛന്മാർക്കും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അങ്ങനെയൊരു മകനെ സാർവത്രിക സഭയുടെ സേവനത്തിനായിട്ട് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള വലിയൊരു പരിചയമാണ് നമുക്ക് നമ്മുടെ അതിരൂപതയ്ക്ക് കിട്ടിയ ഒരു ദൈവാനുഗ്രഹം. തീർച്ചയായിട്ടും ഇത് സാർവത്രിക സഭയ്ക്കുള്ള ഒരു സമ്മാനം ആണ്. എങ്കിൽ തന്നെയും നമ്മുടെ അതിരൂപതയ്ക്ക് പ്രത്യേകമായിട്ട് അത് അവകാശപ്പെടാൻ സാധിക്കും. നമ്മുടെ അതിരൂപതയ്ക്ക് നമ്മുടെ ഈ സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടോ ഒരു സന്തോഷത്തിൻ്റെ ഒരു കാരണമായിട്ടൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു സന്തോഷത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ദൈവാനുഗ്രഹങ്ങൾ പിന്നിനിയും തടസ്സം വരാതെ നിർലോഭമായിട്ട് കർത്താവ് നമ്മുടെ മേൽ ചൊരിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളും സ്റ്റാഫ് അംഗങ്ങളുടെ കലാപരിപാടികളും നടത്തപ്പെട്ടു. ചേർച്ച് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.